BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഒരു സംഭവമാണെങ്കിൽ ഒറ്റപ്പെട്ടതാണെന്ന് പറയാം. എത്ര സംഭവങ്ങളാണ് പുറത്തു വരുന്നത്, എത്ര പാവപ്പെട്ടവരുടെ ജീവിതങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനുകളിൽ പൊലിയുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. മുഖ്യമന്ത്രി ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല. ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മുഖത്തടിച്ച സംഭവമാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ എത്രയോ സംഭവങ്ങളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്നത് ദൈനംദിനം. ഈ സ്ത്രീ ഫൈറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ വീഡിയോ അവർക്ക് ലഭിച്ചത്. ഇല്ലാതെ ലഭിക്കുമായിരുന്നു. അപ്പൊ കേരളത്തിലെ പോലീസിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഏറ്റവും ക്രിമിനലായ ഉദ്യോഗസ്ഥന്മാരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്, എലപ്പുള്ളിയിൽ കുടിവെള്ളത്തിന് ജനങ്ങൾ കേഴുന്ന സ്ഥലമാണ്. രണ്ടാം കൃഷി ചെയ്യുന്നില്ല. എന്താ കാര്യം? വെള്ളമില്ല. ഇത്രയും കൂടുതൽ വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ജനത അവരുടെ സ്ഥലത്താണ് ബ്രൂവറിയും ഡിസ്റ്റിലറിയും ബോട്ടിലിംഗ് പ്ലാന്റും ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യവും ഉൽപ്പാദിപ്പിക്കാൻ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. അതിനെതിരെയുള്ള കോടതിയുടെ ശക്തമായ തിരിച്ചടിയാണ്. സർക്കാർ ജനങ്ങളോട് മാപ്പ് ചോദിച്ച് ഈ പദ്ധതി വേണ്ട എന്ന് വെക്കണം. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളത്തിന് പ്രയാസപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ പദ്ധതി കൊണ്ടുവരാൻ ഇവർ ആലോചിച്ചത്. അതാണ് കോടതി റദ്ദാക്കിയത്. മാത്രമല്ല, പാവപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ. ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയുണ്ട്, കൊള്ളയുണ്ട്. അതുകൊണ്ട് ഇത് റദ്ദാക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. അത് പാടുന്നതിന് എന്താ കുഴപ്പം? പാരടി ഗാനങ്ങൾ ആദ്യമായിട്ടാണോ കേരളത്തിൽ പാടുന്നത്? അതാരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നല്ല. ഭക്തരുടെ ഹൃദയവികാരങ്ങളെ വെല്ലുവിളിക്കുന്നത് സ്വർണം കട്ടതാണ്. സ്വർണം കട്ടവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് പാട്ട് പാടിയതിനെതിരെ കേസ് കൊടുക്കുന്നത്. എന്ത് വിരോധാഭാസമാണ്! സ്വർണം കട്ടവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തവരാണ് പാട്ടെഴുതിയതിനെ പറ്റി കോടതി കേസ് കൊടുക്കാൻ പോകുന്നത്. എന്ത് വിരോധാഭാസമാണ്! ഇതൊന്നും ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. പാട്ട് ഇനിയും ഞങ്ങൾ പാടും, ഒരു സംശയവുമാണ്. പാട്ട് പാടി ഈ ഗവൺമെന്റിനെ ഞങ്ങൾ താഴെ ഇറക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.